ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചക്ക കൂട്ടാൻ ഉണ്ടാക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രസാദമായിട്ട് എന്താ പ്ലാവിൻ്റെ മുകളിൽ കയറുകയാണ്. അപ്പോൾ ഒരു ഏണി വെച്ചിട്ടാണ് കയറുന്നത്. നമ്മുടെ മുറ്റത്തുള്ള പ്ലാവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ മൂപ്പര് ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം, ഈ ചക്കയുടെ തണ്ടിൽ ഒരു കയറ് കെട്ടി കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചക്ക താഴെ വീണ് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ വെട്ടിയിട്ട് പതുക്കെ കയറിൻ്റെ ഒരു അറ്റം മൂപ്പരുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ ചക്ക പതുക്കെ താഴെ എത്തും. നല്ലൊരു ഐഡിയ ആണ്. ഞാനിതുവരെ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടു. പൊതുവേ ചക്ക മുകളിൽ നിന്ന് ഇങ്ങനെ വെട്ടിയിട്ട് താഴേക്ക് ഇടുകയല്ലേ ചെയ്യുക, അല്ലെങ്കിൽ തോട്ടി വെച്ച് ഇടുകയല്ലേ ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ കണ്ടതിലൊരു വെറൈറ്റി തന്നെയാണ്. ചക്കൊന്ന് പതുക്കെ അവിടെ സ്റ്റക്കാകുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ലാതെ താഴേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് താഴേക്ക് എത്തിയാൽ മതിയല്ലോ. ഓക്കെ, ഇനി മൂപ്പരുടെ പരിപാടി കഴിഞ്ഞു. അമ്മയുടെ പരിപാടിയാണ്. അമ്മ ചക്ക പൊളിച്ചുകൊണ്ടിരിക്കുന്നു. ചക്ക പൊളിച്ച് അതിൻ്റെ ഓരോ ചുളയൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ട്. ശേഷം അമ്മ ഓരോ ചുളയും എടുത്തിട്ട് ഇങ്ങനെ അരിയാണ്, കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഞാനീ പറയുന്നതിൽ പുതുമയൊന്നും തോന്നുന്നുണ്ടാവില്ല ചിലർക്ക്, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് റിസ്ക്കുള്ള പരിപാടിയാണ്. അമ്മയ്ക്കത് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ശേഷം ഒരു കുക്കറിൽ നമ്മൾ വാഷ് ചെയ്ത് ചക്ക വെച്ചിട്ടുണ്ട്. ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ഒരു 2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ശേഷം ബാക്കി പരിപാടി, അമ്മ തേങ്ങ പൊളിക്കുകയാണ്. അത് തേങ്ങ പൊളിച്ചിട്ട് നമ്മുടെ മൂരിക്കുട്ടിയുടെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ടാവും കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ഇത് നാളികേരം പൊളിച്ചതിൻ്റെ വെള്ളം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം നമ്മൾ മാവിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഉഴുന്നിടാത്ത കലക്കി പറന്ന് ദോശ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് തേങ്ങ ബാലൻസ് വെച്ചിട്ട് ബാക്കിയൊക്കെ ഒരു ജാറിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അമ്മ ജാറിലേക്ക് ഇട്ടത് ചെറിയ ഉള്ളിയാണ്, കുഞ്ഞുള്ളി എന്നൊക്കെ പറയില്ലേ, അതാണ്. അതിനുശേഷം അമ്മ കുരുമുളക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ കുരുമുളക് ഇട്ടു. പിന്നെ ചീനമുളക്, അരിമുളക് എന്നൊക്കെ പറയില്ലേ, അത്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലയും കൂടെ അമ്മ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. ഓക്കെ, അതിന് ശേഷം നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ ഒന്നും കൂടെ പോയിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കളയാം. അത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടത് ഓപ്പൺ ചെയ്തപ്പോഴേക്കിന് ഞാൻ കാണാത്ത 2 സാധനം കൂടെ അതിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പച്ചമുളക് കൂടെ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുക്കറിൽ വെച്ചിട്ട് തന്നെ അത് നന്നായിട്ട് കുത്തി ഉടയ്ക്കുകയാണ്. അതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഉടയ്ക്കില്ലേ, അങ്ങനെ. അതിനുശേഷം അമ്മ നമ്മൾ അരച്ചെടുത്ത അരപ്പില്ലേ, അത് പതുക്കെ കുക്കറിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നല്ല രീതിയിൽ തന്നെ അത് ഇളക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഒഴിച്ച് കൂടാനാവാത്ത നമ്മുടെ അടുക്കളയിലൊരു ആളാണ് ഈ ചീനച്ചട്ടി. എത്ര പുതിയ ചീനച്ചട്ടി ഉണ്ടെങ്കിലും ഈ ഒരു ചീനച്ചട്ടി മാത്രമേ ഇവിടെ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ചീനച്ചട്ടി. പിന്നെ വറ്റൽമുളക്, ചുവന്നമുളക് ഇട്ടു. പിന്നെ കുറച്ച് കടുക് ഇട്ടു. ആ സ്പൂണിന് കണക്കാക്കിയിട്ട് ഒരു 3 സ്പൂൺ കടുക് ഇട്ടു. പിന്നെ കറിവേപ്പില, പിന്നെ നമ്മൾ നേരത്തെ ബാക്കി വെച്ച്, അതായത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ചിരകിയത്, അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു ബ്രൗണിഷ് കളറൊക്കെ ആയപ്പോഴേക്കിന് അമ്മ അത് നമ്മുടെ ചക്കക്കൂട്ടാനിലേക്ക് ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി അടച്ചു വെച്ചു. ഇനി എൻ്റെ റോളാണ്. ഞാൻ അത് കൂട്ടിയിട്ട് നല്ല രീതിയിൽ ചോറുണ്ടു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്